ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഞായറാഴ്ച ചേരുന്ന യോഗത്തിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടും. ഈ മാസം 22 മുതൽ അടുത്ത മാസം 12 വരെയാണ് ബജറ്റ് സമ്മേളനം. 23-നാണ് കേന്ദ്ര ബജറ്റ്. മൂന്നാം വട്ടവും അധികാരത്തിലേറിയ ശേഷമുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മൌറീഷ്യസിലെത്തി. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലുള്ള സവിശേഷ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഫലപ്രദ ഇടപെടലുകൾക്കുമായി കാത്തിരിക്കുകയാണെന്ന് ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥിനെ സന്ദർശിക്കുന്ന അദ്ദേഹം മുതിർന്ന മൌറീഷ്യസ് മന്ത്രിമാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്യാൻ ഈ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിൽ ഇന്ത്യ നിർണായക സംഭാവന നൽകുന്നതായി നിതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി. ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല രാഷ്ട്രീയ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര സമഗ്ര വികസന രംഗത്ത് ഇന്ത്യയുടെ സംഭാവന നിസ്തുലമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല രാഷ്ട്രീയ ഫോറത്തിൽ വ്യക്തമാക്കി. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നുണ്ടെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രളയഭീതിയില്ലെന്നും മന്ത്രി കെ രാജൻ. സുരക്ഷാ നടപടിക്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്നു. കേരള സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് 4ാമത്തെ 100 ദിന കർമ്മ പരിപാടികൾക്ക് തുടക്കമായി. 100 ദിവസം കൊണ്ട് 47 വകുപ്പുകളുടെ 13,013 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കാനാണ് 100 ദിന കർമ്മ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. 2,59,384 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലും ഈ 100 ദിന പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. ഉപജീവനത്തിനായുള്ള പദ്ധതികളും പശ്ചാത്തല വികസന പദ്ധതികളും 100 ദിന പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ രോഗി തകരാറിലായ ലിഫ്റ്റിനുള്ളിൽ 42 മണിക്കൂർ കുടുങ്ങിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. 15 ദിവസത്തിനകം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കൃത്യവിലോപങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ അവരുടെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും കൃത്യമായി നിർവഹിക്കണമെന്നും ആശുപത്രികളിലെ സുരക്ഷിതത്വവും പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമതയും പരിശോധിക്കാൻ ജീവനക്കാർക്ക് ചെക്ക് ലിസ്റ്റുകൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ജീവനക്കാർ ചെക്ക് ലിസ്റ്റ് കൃത്യമായി പാലിക്കുന്നുണ്ടോയെന്ന് പ്രിൻസിപ്പൽമാരും സൂപ്രണ്ടുമാരും ഉറപ്പാക്കണമെന്നും മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനങ്ങൾ നിർബന്ധമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യ നീക്കം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം വിളിച്ചു ചേർക്കും. മറ്റന്നാൾ രാവിലെ ഓൺലൈനായാണ് യോഗം ചേരുക. വിവിധ വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട എംഎൽഎമാരും തിരുവനന്തപുരം മേയറും യോഗത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയാൻ കോർപ്പറേഷൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് റെയിൽവേ. കോർപ്പറേഷൻ പരിധിയിൽ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ കുന്നുകൂടാൻ കാരണം. കുറ്റക്കാരെ കണ്ടെത്തുന്നതിനും പിഴ ചുമത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് റെയിൽവേ ആവശ്യപ്പെട്ടു. ശുചീകരണത്തിനിടെ തൊഴിലാളി മരിച്ച സംഭവത്തിൽ ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. നാവികസേനയുടെ അന്തർവാഹിനിയെ പൊളിച്ചുമാറ്റുന്നതിന് കണ്ണൂർ അഴീക്കലിൽ എത്തിച്ചു. 2022 ജൂലൈ 16-ന് ഡീകമ്മീഷൻ ചെയ്ത അന്തർവാഹിനി INS സിന്ധു ധ്വജാണ് പൊളിക്കുന്നതിനായി ലഭിച്ചതെന്ന് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് ചെയർമാൻ അറിയിച്ചു. 6 മാസം കൊണ്ട് പൊളിക്കൽ നടപടികൾ പൂർത്തിയാക്കും. വയനാട് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ചീയമ്പം 73 കോളനിയിലെ സുധനാണ് മരിച്ചത്. വീട്ടിൽ നിന്ന് വയൽ വഴി നടന്നുവരവെ ഷോക്കേൽക്കുകയായിരുന്നു.
ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. ശബരിമല സന്ദർശനത്തിനായി പമ്പയിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മകരവിളക്കുമായി ബന്ധപ്പെട്ട് ഭാവി പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗവും ഇന്ന് ചേർന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.